മമ്മൂട്ടിക്ക് ക്യാൻസർ, വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. മോഹൻലാലും പൃഥ്വിരാജും അങ്ങോട്ട് കുതിച്ചു, ആരൊക്കെയോ വലവീശി. എന്തൊരു വെപ്രാളവും ബഹളവുമാണ് ഒരു മനുഷ്യനെ എങ്ങനെങ്കിലും ഒരു കഥമനഞ്ഞ് ഒന്ന് കിടത്താൻ വേണ്ടി കാണിക്കുന്നത്. എല്ലാവരും മരിക്കും, മമ്മൂട്ടിയും മരിക്കും. ആ മരിക്കുന്നതിന് ഓരോ കാരണങ്ങളുണ്ടാവും. ആ കാരണം വരുന്ന സമയത്ത് വിളിക്കുമ്പോൾ അനുസരണയോടെ അങ്ങ് പോകേണ്ടി വരും. അത് മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന ആളാണ് മമ്മൂക്കയും. അതുകൊണ്ടാണ് എല്ലാവരും ഹീറോ ആയും അതുപോലെ നായകനായും പ്രായത്തെയും കാലത്തെയും തോപ്പിച്ച അമാനുഷികനായും ഒക്കെ വിലയിരുത്തുമ്പോഴും അദ്ദേഹം കഴിയുന്ന പോലൊക്കെ പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹം വെള്ളിയാഴ്ചകളിൽ നമസ്കരിക്കാൻ വരുന്ന ദൃശ്യങ്ങൾ പലപ്പോഴും വീഡിയോകളിൽ കാണാറുണ്ട്. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ വിശദീകരണം വന്നത് തന്നെ റംസാനുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഈ സിനിമയിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മരണാനന്തരം ഒരു ലോകത്തെക്കുറിച്ചും അവിടുത്തെ ജയപരാജയങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് എന്നർത്ഥം. സിനിമയിൽ അഭിനയിക്കുമ്പോഴും കഥാപാത്രങ്ങളായി മാറുമ്പോഴുമൊക്കെ അതൊക്കെ ഒരു പ്രൊഫഷനോ പാഷനോ ആയി കൊണ്ടു നടക്കുന്നുവെങ്കിലും ഉള്ളിൽ വിശ്വാസമുറച്ച ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൽ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിനിമയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നതാണ് അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖം വന്നു എന്ന് പറയുന്ന ഒരു അപഖ്യാതി വളരെ പെട്ടെന്നങ്ങ് പടർന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും അത് കത്തിച്ചു വിടുകയുണ്ടായി. എനിക്കും അതൊരാളൊരു 7 മണിയായപ്പോഴേക്ക് ഫോർവേഡ് ചെയ്ത് തന്നിരുന്നു. ഏതായാലും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അസുഖമൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ സ്ഥിരീകരണം ഉണ്ടായി. എന്നുവെച്ച് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാൾക്ക് അസുഖം വരില്ലെന്നും അല്ലെങ്കിൽ അമാനുഷികനാണെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികളൊന്നുമാണ് എന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല. എല്ലാവരും ഇതുപോലെ തന്നെ ഒരു ടെസ്റ്റിൻ്റെ അകലത്തിലാണ് മനുഷ്യജീവിതം. ഏതെങ്കിലും ഒരു സംഗതിക്ക് ഒരു ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫലം വരുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും അകം പുറം തലകീഴായി മറിയും. പിന്നെ ആ വാർത്തയും വരും. കുറേ പേർ പോസ്റ്റ് ഇടും, കുറേ പേർ കരയും. 1-2 ദിവസങ്ങളിൽ അങ്ങനെ നിൽക്കും. പിന്നീട് ആർക്കാണോ ഏറ്റവും പ്രിയപ്പെട്ടവർ അവർക്ക് ആ നഷ്ടത്തിൻ്റെ വേദന അവരുടെ മരണം വരെ തുടരും. അതിനപ്പുറം എല്ലാവരും മാഞ്ഞു പോകും. അത് സിനിമാ നടൻ മമ്മൂട്ടി ആയാലും ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തുള്ള മമ്മൂട്ടിക്കാക്ക ആയാലും എല്ലാം ഈ പ്രകൃതിയുടെ പ്രതിഭാസം ഒരുപോലെ തന്നെയാണ്. ആ ബോധ്യം ഏതുയരങ്ങളിലും ഉള്ള മനുഷ്യൻ വിജയിക്കുന്നവനാണ്. അതല്ലാതെ അത് മറന്നുപോയാൽ പരാജയപ്പെടുന്നവനുമാണ്. അത് മറന്നുപോയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നോമ്പ് മാസമായപ്പോൾ ബാക്കി എല്ലാ പരിപാടികളും ഒതുക്കി പ്രാർത്ഥനയിലായി കഴിഞ്ഞുകൂടാം, നോമ്പെടുക്കാം എന്ന് കരുതി അദ്ദേഹം മടങ്ങിയെത്തിയത്. അതും വിവേകത്തിൻ്റെയും യുക്തിയുടെയും ഭാവം തന്നെയാണ്.